എല്ലാവർക്കും നമസ്കാരം. ഓരോരോ ആഘോഷങ്ങളും ആഘോഷമാക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും, അല്ലെ? അതിപ്പോ പൂരാവട്ടെ, പെരുന്നാളാവട്ടെ, ഓണാവട്ടെ, എല്ലാം നമ്മളിങ്ങനെ മാക്സിമം ലെവലിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. അപ്പോൾ ഓരോ ആഘോഷങ്ങളും കൂടുതൽ കളർഫുൾ ആക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത് അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഓരോരോ ആഘോഷങ്ങൾ നോക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ രൂപങ്ങൾ ഓരോ തവണയും കാണാറുണ്ട്. അതിപ്പോ ഇത്തവണ ഉത്സവത്തിന് കാണുന്നതായിരിക്കില്ല അടുത്ത തവണ കാണുക. അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ ഓരോരോ അപ്ഡേഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഓരോ കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച് നമ്മുടെ ആഘോഷങ്ങളെ കൂടുതൽ ആഘോഷമാക്കുന്ന കലാരൂപങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരാള്, അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് മീഡിയ പീഡിയയിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ജോഷിത്. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മൾ പത്മ കലാരൂപങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കലാരൂപങ്ങൾ ഇത് പറഞ്ഞതുപോലെ ആഘോഷങ്ങൾക്കൊക്കെ ചേട്ടൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാര്, വയസ്സായവർ എല്ലാം ഇത് കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കാണാം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിനെ കീഴടക്കുന്ന അത്തരം കലാരൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ്. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഓരോ ആഘോഷങ്ങൾക്കും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ആളാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യം പത്മ കലാരൂപങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ട്? ഏകദേശം ഒരു 12 വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഫീൽഡിൽ വന്നിട്ട്. ഇതിനിടയിൽ നമ്മൾ എത്രത്തോളം ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ ഒരു കാലയളവിൽ? ചില സീസണിൽ 10 വേഷങ്ങൾ ചേരെ ചെയ്യും, ചില സീസണുകളിൽ 5 വേഷം, അങ്ങനെ മാറി മാറി ട്രെൻഡിനനുസരിച്ച് വേഷങ്ങളുടെ എണ്ണം വരും. ചിലപ്പോൾ ഒരു സെറ്റ് എന്ന് പറയുന്നത് 5 വേഷങ്ങളാണ്. ചില സീസണിൽ 2 സെറ്റ് ചെയ്യും. സിംഗിൾ പീസിന് ഇപ്പൊ ഡിമാൻഡ് ആയി തുടങ്ങി, ഇപ്പൊ വലിയ സിംഗിൾ പീസിന്. അപ്പൊ ഇപ്പൊ ഫോക്കസ്ഡ് സിംഗിൾ പീസുകളെ എണ്ണം കുറച്ച് അട്രാക്ഷൻ കൂട്ടുക എന്നുള്ളൊരു ട്രെൻഡിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഐറ്റം ആണ് നമ്മുടെ ഇപ്പൊ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ആന, അല്ലെ? അതെ അതെ അതെ. അതൊരു സിംഗിൾ പീസ് ആണ്. ആ ഒരു സിംഗം സിംഗിളാ വന്നാലും എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഈ ആന വന്നു കഴിഞ്ഞാൽ ആ ഒരു പരിപാടിയിൽ ഫുൾ എല്ലാവരുടെയും അട്രാക്ഷൻ പോകുന്നത് ഈ ആനയിലേക്കാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആന. ഈ ആനയിലുള്ള അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം ഇങ്ങനെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആനയിലേക്കുള്ള ആ ഒരു വരവ് എങ്ങനെയായിരുന്നു? ഡ്രാഗൻ ആണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞ സീസണിൽ ചെയ്തത്. ഡ്രാഗൻ വൻ ഹിറ്റ് ആയിരുന്നു. ഡ്രാഗൻ നമുക്ക് ഒരുപാട് വർക്കുകൾ ഒരുപാട് കവർ ചെയ്ത് ഇപ്പോഴും ഡ്രാഗൻ ഡിമാൻഡിങ് ആയിട്ട് ഇഷ്ടപ്പെടുന്നത് കുട്ടികളായാലും മുതിർന്നവരായാലും കമ്മിറ്റിക്കാരായാലും നമ്മുടെ ഡ്രാഗൻ വന്ന അവര് സംതൃപ്തരാണ്. അപ്പൊ ആ സംതൃപ്തിയിൽ നിന്ന് ഡ്രാഗനെ വെല്ലാവുന്ന ഒരു ഐറ്റം ആയിരിക്കണം നമ്മുടെ അടുത്തത്. ഇപ്പൊ നമ്മുടെ ഐറ്റംസ് നമുക്ക് തന്നെ കോമ്പറ്റീഷൻ. അടുത്ത സീസണിൽ അതിനും അപ്പുറമായിരിക്കണം. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോ ആന എന്നുള്ളൊരു ഒരു പിക്ചറിലാണ് തുടങ്ങുന്നത്. ഒരു പിക്ചർ, അതൊരു തെയ്യം ബേസ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. തെയ്യം ആനയില് കൺവെർട്ട് ചെയ്തിട്ട് ഒരു AI പിക്ചർ കണ്ടതാണ്. പക്ഷെ അതിന്നാണ് ഞാനതിന്നൊരു ആശയം വരുന്നത്. പിന്നീട് അതിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇപ്പൊ കാണുന്ന രൂപത്തിലേക്ക് കുറെ പ്ലാനിങ്ങിന് ശേഷം ആവുന്നത് ഈ ഒരു ആനയിലേക്ക്. പിന്നെ നമ്മള് എപ്പോഴും കാണുന്ന ഒരു പാറ്റേണിലുള്ള ആന ഒരുപാടുണ്ട്. ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫാൻസിയാണ്. ഇപ്പൊ ഫാൻസിക്ക് ഭയങ്കര ഒരു ട്രെൻഡാണ്. എന്ത് നോക്കിയാലും ഭയങ്കര കളർഫുള്ള് ഫാൻസിക്കാണ് ഇപ്പൊ ടൂളിൽ ട്രെൻഡ്. ഇപ്പൊ ഒരു ഫാൻസി ആന എങ്ങനെ ഇരിക്കും എന്നൊരു ആശയത്തിൽ നിന്നാണ് നമ്മളിങ്ങനെ ഒരു ആശയം വന്നിട്ടുള്ളത്. ചേട്ടൻ പറഞ്ഞത് ശരിയാ. നമ്മൾ ഈ ആനകളെ ഒറിജിനലിനെ വെല്ലുന്ന ഫൈബർ ആനകളൊക്കെ ധാരാളമായിട്ട് ഇപ്പൊ നമുക്ക് കാണാം. എന്നാൽ ഇത് എവിടെയും നമ്മൾ കാണാത്ത ഫാൻസി ആനയാണ്. ഇതുവരെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫാൻസി ആന. ഇതിന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഭാരം ഒക്കെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആന നോർമൽ ഹൈറ്റ് വരുന്നത് 12 അടിയാണ്. ഇപ്പൊ സാധാരണ ഒറിജിനൽ ആനകൾക്ക് ഒരു 10-10.5 അടി മാക്സിമം ഉണ്ടാവുള്ളൂ. നമ്മുടെ ആന 12 അടി ഹൈറ്റ് ഉണ്ടാവും. പിന്നെ അതിന്റെ വണ്ണം 6 അടി വണ്ണം ഉണ്ടാവും. 6 അടി വണ്ണം എന്ന് പറയുന്നത് അതിന്റെ ഒരു വയറിന്റെ ഭാഗമാണ്. ചെവി എന്ന് പറയുന്നത് ചെവിയുടെ ഭാഗമാകുമ്പോൾ ഒരു 9 അടി വീതി തന്നെ ഉണ്ടാവും. പിന്നെ മൊത്തം നീളം വരുമ്പോൾ ഒരു 14 അടി, ഇതിന്റെ വാല് തൊട്ട് ഒരു തുമ്പിക്കൈ വരെ ഒരു 14 അടിയോളം നീളം ഉണ്ടാവും. പിന്നെ അതിൽ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു കോലാണ്. കോലം എന്ന് പറയുന്നത് എപ്പോഴും അഡ്ജസ്റ്റബിൾ കോലാണ്. കോല ഒരു 4-4.25 അടി ഹൈറ്റ് ഉള്ള കോലാണ് ഇതില്. ഈ കോലത്തിൽ ഒരു 2 സൈസില് കമ്മിറ്റിക്കാരുടെ പേര് വെക്കാന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അത് ഫുൾ ലൈറ്റിങ്ങോട് കൂടിയിട്ട് കമ്മിറ്റിക്കാരുടെ പേര് വെക്കാം. സാധാരണ നമ്മള് കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് കമ്മിറ്റിയുടെ പേര് പ്രിന്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൊക്കി കാണിക്കുന്ന ഒരു ശൈലിയാണ് കണ്ടുന്നത്. അപ്പൊ ഇതൊരു കൈമാറി ഇവർ ആഘോഷിക്കുന്നതിന്റെ ഇടയിലും കഷ്ടപ്പെട്ട് ഇത് പൊക്കി ഓഡിയൻസിനെ അല്ലെങ്കിൽ അവിടെ വരുന്ന ജനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഒരു കഷ്ടപ്പാട് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ ആനപ്പുറത്ത് അത് ഈ 12 അടി ഹൈറ്റിൽ മുകളിൽ വരെ പേര് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഹൈലൈറ്റ് ആയിരിക്കും എനിക്ക് വളരെ തോന്നി. അപ്പൊ അതിന്റെ പേരിലാണ് ഈ കോലത്തിൽ വെച്ചത്. കോലത്തിൽ ഇത്
ഈ പേര് വെക്കുന്നതോടുകൂടി ആനയ്ക്ക് 17 അടി ഹൈറ്റ് ആണ് ഉണ്ടാവുക. മൊത്തം 17 അടി ഹൈറ്റ്. എപ്പോഴും ഇത് പൊക്കാൻ പറ്റില്ല, ലൈൻ കമ്പി കാര്യങ്ങളൊക്കെ തടയണോണ്ട് മെയിൻ സെന്ററുകളിലൊക്കെയാണ് നമ്മളിത് പൊക്കി പ്രദർശിപ്പിക്കുക. അതൊരു ആരവം തന്നെയാണ് ഇത് പൊക്കുമ്പോൾ ഉള്ളത്. ഒന്നാമത് ഈ ആനയെ കാണുമ്പോ തന്നെ എല്ലാവരും ഒരു പ്രത്യേക വൈബിലായിരിക്കും. അപ്പോ ഈ കോലം പൊന്തിച്ച് ഈ 17 അടിയോളം എത്തുമ്പോ അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും ആ സമയത്ത് അവിടെ നിൽക്കുന്നവർക്ക്. ഒന്നാമത് എല്ലാവരും ആരോ ആഘോഷത്തിന്റെ മൂഡിലാണല്ലോ. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഒറിജിനൽ ഒരു കൊമ്പൻ വന്ന് നിൽക്കുന്ന അത്രയും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു ആന തന്നെയാണ് ഈ ഒരു ഫാൻസി ആന. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ആനനെ മേക്കപ്പ് ഇട്ട പോലെ പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അത്രയും എനിക്ക് വലുപ്പം അതിന്റെ ഒരു റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഒരു ഒറിജിനൽ ആനനെ ഒരു മേക്കപ്പ് ഇട്ട ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, മൊത്തത്തിലൊരു മേക്കപ്പ് ഇട്ട ആന അല്ലേ. അപ്പൊ ഈ ആനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് കഴിഞ്ഞ സീസണിന്റെ ഒരു എൻഡോട് കൂടിയിട്ട് നമ്മളിതൊരു പ്ലാൻ ആയി ആന ചെയ്യാന്ന്. വർക്ക് നടക്കുമ്പോൾ തന്നെ ഡ്രാഗന്റെ സക്സസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത് എന്ത് ചെയ്യാന്ന് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് സീസൺ അവസാനിക്കുന്നതോടുകൂടി പ്ലാൻ ഓക്കെയാണ്, നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ ഓക്കെയാണ്. അപ്പൊ നമ്മള് അടുത്ത സീസണിൽ ഓണത്തിന് തന്നെ നമ്മുടെ വേഷം ഇറക്കാം എന്നുള്ളൊരു കണ്ടീഷനാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു 3 മാസത്തോളം ഇതിന്റെ കൂടെ നടന്ന് ഇത് വർക്ക്ഔട്ട് ചെയ്ത് ഇതിന്റെ ഹെഡ് വർക്ക് ചെയ്ത് അതിന്റെ ഡൈ ചെയ്ത് അതിന്റെ പീസ് അടിച്ച് പിന്നെ അത് വർക്കിംഗ് മോഡലാക്കി പിന്നെ അതിൽ LED ചെയ്ത് ഫുള്ള് ഫിനിഷിംഗ് ആക്കാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഉറക്കൊളച്ചുണ്ട്, രാവും പകലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഒരു ലഹരിയില്ലേ, അതൊരു 1.5 ലഹരിയാണ്. ആ ഒരു ലഹരി എന്ന് പറയുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരാണ്. പക്ഷെ ഇതാണ് ലഹരി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലഹരി അത് ആസ്വദിച്ച് തന്നെ അറിയണം. ഇപ്പൊ ഇത്രയും ഉറക്കം നഷ്ടപ്പെട്ട ഒരു 3 മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഐറ്റം ആണ്. 12 വർഷമായിട്ട് അല്ലെ ഈ ഒരു മേഖലയിലുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും സക്സസ് ആവണമെന്നില്ലല്ലോ. അപ്പൊ ചിലത് നമ്മൾ പ്ലാൻ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലത് ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല റിസൾട്ട് വരും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരുപാടുണ്ട്. ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഡ്രാഗൻ ഇറക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രാഗൻ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല ഇറങ്ങിയപ്പോ തന്നെ. പിന്നീട് അതിന്റെ ഒരു വർക്കിംഗ് മോഡലും അതിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആസ്വദിച്ച് തുടങ്ങുമ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആൾക്കാർ അത് ആസ്വദിക്കാൻ തുടങ്ങി, അത് ഏറ്റെടുത്തു. ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. പക്ഷെ അതൊരു ട്രെൻഡായി. ഇപ്പൊ പുതിയ അങ്ങനത്തെ ഒരു ടൈപ്പ് വേഷങ്ങൾ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ ടീമുകളും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഡ്രാഗൺ ഇറക്കിയതിന് ശേഷം ആ ഒരു ട്രെൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ആ ട്രെൻഡ് ജനങ്ങളിലേക്ക് ഈ കമ്മിറ്റിക്കാർ ആ ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ആനയും വിജയിക്കാൻ കാരണം. ആന നമ്മൾ പ്ലാൻ ചെയ്തപ്പോ ആന ബുക്ക് ചെയ്യണതിന് മുമ്പ് എനിക്ക് ആന ബുക്കിംഗ് ഒരു 6 ബുക്കിംഗ് കഴിഞ്ഞിരുന്നു. ഈ 6 ബുക്ക് ചെയ്ത ഒരാൾ പോലും നമ്മുടെ ആനനെ കണ്ടിട്ടില്ല. വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, ഒരു ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഫോട്ടോ മാത്രം. അവരൊരു വിശ്വാസമാണ്, പത്മ കലാരൂപം പൊളിയായിരിക്കും, അവര് ചെയ്തു കഴിഞ്ഞാൽ നന്നായി വിശ്വാസം. അതന്നെ, ആ വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. ഈ കാലഘട്ടത്തോളം നമ്മൾ ചെയ്ത വർക്കിന്റെ റിസൾട്ട് ആണ് ആ വിശ്വാസം. അത് ശരിക്കും വലിയൊരു കാര്യം തന്നെയല്ലേ. നമ്മളുടെ ആ ഒരു ഔട്ട്പുട്ട് ഒറിജിനലി വരുന്ന ആ ഒരു ഔട്ട്പുട്ട് കാണാതെ തന്നെ 6-7 പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അത് കണ്ടു കഴിഞ്ഞിട്ടുള്ള ബുക്കിംഗ് വേറെ. അപ്പൊ അത് ശരിക്കും നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ്. വീണ്ടും അടുത്തത് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ്. നമ്മളിത് കോംപ്രമൈസ് ചെയ്യില്ല, കാരണം ഇവര് നമ്മളെ അത്രയും വിശ്വസിക്കുന്നുണ്ട്. അതായത് ഈ കമ്മിറ്റിക്കാർ അത്രയും നമ്മൾ വിശ്വസിച്ചാണ് നമ്മൾ വർക്ക് ഏൽപ്പിക്കണം. അപ്പൊ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യില്ല. അതിൽ മാക്സിമം പെർഫെക്ഷൻ, മാക്സിമം അതിൽ എഫേർട്ട് നമ്മൾ എടുക്കും. ഈ ഡ്രാഗന്റെ കാര്യം നമ്മൾ ഒരുപാട് പറഞ്ഞു. ഈ ഡ്രാഗന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ, അതിന്റെ നീളം വീതി ഒക്കെ പറയുകയാണെങ്കിൽ? ഡ്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 അടി ഹൈറ്റ്, അതിന്റെ ഹെഡാണ് 12 അടി ഹൈറ്റ്, ബോഡി ഒരു 8 അടി ഹൈറ്റ് ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു 12 അടി നീളം ഉണ്ടാവുക. അതിനെ സംബന്ധിച്ചോളം ഇത് ആന മൊത്തം 12 അടി ഹൈറ്റ് ആണ് വരുന്നത്. മൊത്തം ഒരു വലിപ്പമുള്ള ഒരു ഉണ്ടൻ ആന എന്ന് പറയാം. ആൾക്കാര് കുട്ടികളൊക്കെ ഭയങ്കരമായി ആസ്വദിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ തുമ്പിക്കൈയൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുക. ഞങ്ങള് കെട്ടിപ്പിടിക്കുമ്പോ പിടിച്ച് അയച്ചു വിടുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു സ്നേഹമാണ് ആനോട്. പക്ഷെ ഒറിജിനൽ ആനോടോ അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ ഒരു കുട്ടി കണ്ടിട്ട് പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ പല വികാരങ്ങൾ, ചിലർ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ മുഖത്ത് പല ഭാവങ്ങൾ കാണാം അല്ലെ. അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും എല്ലാവരും അതിങ്ങനെ വളരെ കൗതുകത്തോടു കൂടിയൊക്കെ നോക്കി നിൽക്കുന്ന കാണാം. അപ്പൊ അതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ലഹരി. നമ്മുടെ ലഹരി. ഇതുപോലെ പുതുതായിട്ട് ഇനി വരും വർഷങ്ങളിൽ, അല്ലെങ്കിൽ വരും വർഷം എന്നല്ല, ഈ വർഷം തന്നെ ഇനിയും ഒരുപാട് ഐറ്റംസ് ആയിട്ടില്ല. സീസൺ തുടങ്ങുള്ളൂ. സീസൺ ഏകദേശം നവംബറോടുകൂടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പോഴേ പ്ലാനിങ് തുടങ്ങും. നവംബറിലേക്ക് ഒരു 3 വേഷം കൂടി ഇറങ്ങുന്നുണ്ട്. ഒരു ഭൂതക്കാളി എന്ന് പറഞ്ഞൊരു കംസ
കൺസെപ്റ്റിലൊരു വേഷം ഇറങ്ങുന്നത്. അത് എന്താ ഭൂതക്കാളി എന്ന് പറയുമ്പോൾ? കാളിയും ഭൂതഗണങ്ങളും നമ്മൾ ഒരു കൺസെപ്റ്റ് ആണ്. അത് പ്ലാനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഞെട്ടിക്കാനുള്ള ഒരു ഐറ്റം അവിടെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെറൈറ്റി ആയിട്ടായിരിക്കും പ്രതീക്ഷിക്കാം. നമ്മള് ഒരു ഐറ്റം ഇറക്കണതിന്റെ റിസൾട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ കയ്യിലാണ്. അവരുടെ കമ്മിറ്റികൾ കാഴ്ച കാണുന്നത് ശരിക്കും പറഞ്ഞ ഒരു സിനിമ ഇറങ്ങണ പോലെ തന്നെയാ. അതായത് ഇറങ്ങി കഴിഞ്ഞാൽ അന്നാ റിസൾട്ട് അറിയാം. റിസൾട്ട് അറിയാം. ഇത് ടെൻഷനായിരിക്കും. സക്സസ് ആണോ അല്ലേ റിസൾട്ട്. ചിലപ്പോ ഒരു ദിവസം 2 ദിവസം 3 ദിവസം ഒക്കെ ചിലപ്പോൾ എടുക്കും. ആൾക്കാർ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ഡ്രാഗന്റെ പോലെ പെട്ടെന്ന് ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോ ദേവന്മാര് ദേവിമാര് അങ്ങനത്തെ വേഷങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിക്കാവും. ഇതുവരെ കൊണ്ടുവരാത്തൊരു പുതിയൊരു പാറ്റേൺ ആവുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉൾക്കൊണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും. വന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമ്മള് ഈ ആനയുടെ റിലീസ് ഡേറ്റിൽ തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ടാവും. ആന എല്ലാവരും ഫാനല്ലേ. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയർക്ക് അതിന് ഒരു ഹരാണ് ആന. അത് നമുക്ക് വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കണത് പെർഫെക്റ്റബിൾ ആവോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ഫാൻസി ആന ആൾക്കാർ ഉൾക്കൊള്ളോ അതൊരു ഭയം ഉണ്ടായിരുന്നു. ഇതുവരെ ആരും കാണാത്ത രീതിയിലൊന്നാണല്ലോ. പുതിയൊരു പാറ്റേൺ. ഇപ്പൊ ഫാൻസി ആന ചെയ്യുമ്പോ അത് ഉൾക്കൊള്ളൂ എന്നുള്ളൊരു സംഭവം. പക്ഷെ എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവരും അത് ഏറ്റെടുത്തു. ഇനി നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ചേട്ടൻ 12 വർഷമായിട്ട് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നമ്മളിങ്ങനെ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്നതാണ്, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാറ്റിനോടും നമുക്ക് അത്രയും പ്രിയ ഉണ്ടായിരിക്കും. എങ്കിലും ഇത്രയും ചെയ്തതിൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് ഉണ്ടായിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്മ കലാരൂപത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ചെയ്തത് കഥകളിയാണ്. കഥകളിയുടെ 5 വേഷങ്ങളാണ് നിങ്ങൾക്ക് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. അത് ഇപ്പോഴും കഥകളി ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പോഴും ആ കഥകളീനെ ഇഷ്ടപ്പെടുന്നവരും കേരളത്തനിമയും എപ്പോഴും എല്ലാ സീസണിലും ഒരുപോലെ, അതായത് ഇറക്കിയപ്പോ എത്ര കൊണ്ട് പോണു ആ പാറ്റേണിൽ തന്നെ ഇപ്പോഴും നമ്മള് കഥകളി പോണു. അതുകൊണ്ട് നമ്മൾ ഈ ഓണത്തോടു കൂടി കഥകളി എല്ലാം അത് ഫുള്ള് പൊളിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പെയിന്റ് ചെയ്ത് ആഭരണങ്ങളൊക്കെ ആക്കി പുതിയതായിട്ട് വീണ്ടും ഇറക്കി. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വേഷമാണ്. അപ്പൊ അത് നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളിത് ഒരു വർഷം ഇറക്കിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പൊ കഥകളി അത്രയും ട്രെൻഡിങ് ആയിട്ട് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഡ്രാഗൺ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ വീണ്ടും ഓരോ വർഷവും റീവർക്ക് ചെയ്യും അല്ലെ. നമുക്ക് മതിയും തോന്നുന്നത് നമ്മൾ അവിടെ മാറ്റി വെക്കും. അതായത് ഒരു കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരുപാട് പേരുടെ പിരിവെടുത്ത് ഓരോ വീടും കയറി എന്നിട്ട് സംഭരിച്ചു വരുന്ന പൈസയാണ് നമുക്ക് തരുന്നത്. പക്ഷെ ആ പൈസ നമുക്ക് തരുമ്പോൾ ആ പൈസക്കുള്ള റിസൾട്ട് അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസ നമുക്ക് തരുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും മോശമാക്കാൻ പാടില്ല. നമ്മള് അതിന്റെ ഒരു വസ്ത്രം കൊണ്ടോ അതിന്റെ പെയിന്റിങ് കൊണ്ടോ ഒരിക്കലും അവർക്ക് എപ്പോഴും നമ്മളെ വിടുമ്പോ ഹാപ്പിനെസ് ആയിട്ട് വിടണം. അപ്പൊ എപ്പോഴും കമ്മിറ്റിക്കാർ ആന ഫസ്റ്റ് ഇറങ്ങിയോട് കൂടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു ആന എങ്ങനെയുണ്ട് റിസൾട്ട്. ആന ഹൈലൈറ്റ് ആയിരുന്നു. അവരുടെ റിസൾട്ട് നമ്മൾ പറയില്ലേ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. അവര് പറയുന്ന റിസൾട്ട് ആണ്. അപ്പൊ അത് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അവരെ സന്തോഷം. ഈ കഥകളി ഇറങ്ങിയ സമയത്തൊക്കെ പലയിടത്തും തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടൊക്കെ ഉണ്ട്. അവരെ ഹാപ്പിനെസ് ആണ് ഇത്. ഇത്രയും ജനങ്ങളുടെ ഇടയിൽ അവര് ഈ പിരിവൊക്കെ എടുത്ത് നടത്തിയിട്ട് ജനങ്ങൾ അവരുടെ അടുത്ത് പറയാണ് ഗംഭീരായിട്ടോ എന്ന് പറയുമ്പോ അതിന്റെ ഒരു റിസൾട്ട്. അപ്പൊ അവര് ആ സന്തോഷം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ടുണ്ട് അവരൊക്കെ. അപ്പൊ അതാണ് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മൾ ഇങ്ങനെ ചെറിഷ് ചെയ്യുന്ന കുറെ മൊമെന്റ്സ് ആണല്ലേ. അതുപോലെ പത്മ കലാരൂപങ്ങൾ 12 വർഷമായെന്ന് പറഞ്ഞു. ഈ പത്മ കലാരൂപങ്ങൾ എന്നുള്ള ആ ഒരു പേര്, അതിന് പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? പത്മ കലാരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മിനി എന്നാണ് എന്റെ അമ്മയുടെ പേര്. അമ്മയുടെ പേരെന്നാണ് പത്മ എന്നിട്ടത്. പിന്നെ പത്മ എന്ന് പറയുന്നത് ദേവിയുടെ പേരും കൂടിയാണ്. അപ്പൊ ഈ 2 പേരും കൂടിയും 2 ആളെയും സംതൃപ്തിപ്പെടുത്താം. നമുക്ക് നമ്മുടെ ദേവീനെ സംതൃപ്തിപ്പെടുത്താം, അമ്മേനെയും സംതൃപ്തിപ്പെടുത്താം. അപ്പൊ അങ്ങനെയാണ് നമ്മള് പത്മാന്ന് പേരിട്ടത്. എന്റെ ഒരു മുന്നൊരു സംരംഭം ഉണ്ടായിരുന്നു എനിക്ക്. അതിന് ഞാൻ എന്റെ പേരിന്റെ ഒരു പകുതിയായിട്ട് ജോഷ് എന്നാണ് പേരിട്ടത്. ആ സംരംഭം അത് ബിസിനസ് ആയിരുന്നു, ഹോം അപ്ലയൻസ് ബിസിനസ്. അതൊരു 8 നിലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടി. പിന്നെ സ്വന്തം പേരിട്ട് ആ സമയത്ത് ഫ്ലോപ്പ് ആയിട്ടുള്ള സമയത്ത് ഒരുപാട് കടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്തായിരുന്നു. ആ സമയങ്ങളിൽ അമ്മ പണിക്ക് പോണതാണ്. അമ്മോട് ഞാൻ ബിസിനസ് ഒക്കെ തുടങ്ങി പറഞ്ഞ അമ്മ പണിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ അന്നും പണിക്ക് പോകും. അമ്മ കുറേശ്ശെ എടുത്തു വെച്ചുള്ള പൈസകൾ അന്ന് നമുക്ക് വീട്ടിലേക്ക് ഒന്നും മേടിച്ചു കൊടുക്കുക കാര്യങ്ങളൊന്നുമില്ല. അമ്മയുടെ ചെലവിലാണ് അമ്മ മേടിച്ചു തരുന്ന ഭക്ഷണം. അമ്മ ഞാൻ മാത്രമല്ല, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രൊജക്ട്. ഓൾറെഡി നമ്മൾ കലാകാരനാണ്, ചെറുപ്പം തൊട്ട് ശില്പങ്ങളും വരയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് കല ആദ്യം ട്രൈ ചെയ്തിട്ട് വിജയിക്കാണ്ട് വീണ്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങിയാണ്. വീണ്ടും
കലയിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഞാൻ ആ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ സമീപിച്ചു. ആള് ഇത് സ്പോൺസർ ചെയ്യാം, കുറച്ച് ഫണ്ടൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അവസാന നിമിഷം വരെ ആള് ഓക്കെ പറഞ്ഞിട്ട് പിന്നെ ആൾക്ക് ഞാൻ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന ഒരു കക്ഷിയല്ലേ, അത്രയും പ്രതിസന്ധിയുള്ള ഒരു കക്ഷിക്ക് ഇത്രയും പൈസ തരാമെന്നൊരു 60,000 രൂപയാണ് ഞാൻ പറഞ്ഞത് വേഷങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ആള് ലാസ്റ്റ് നിമിഷത്തിൽ ആൾക്ക് അത് സഹായിച്ചില്ല. ആൾക്ക് എന്നിൽ വിശ്വാസം ഇല്ലാണ്ട് ആ സമയത്ത് ശ്രീശക്തിന്ന് അമ്മ 20,000 രൂപ 2% പലിശക്ക് ശ്രീശക്തി കൊടുക്കും. ആ 20,000 രൂപയിൽ നിന്നാണ് പത്മ കലാരൂപം സ്റ്റാർട്ട് ചെയ്യണത്. ആ പൈസ ഇപ്പോഴും അമ്മയ്ക്ക് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് രഹസ്യം. അതങ്ങനെ ഒരു ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമ്മ പറയും കുറേശ്ശെ അടക്കിന്ന് പറഞ്ഞു, ഞാൻ ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അമ്മ അത് അടച്ചു വീട്ടി, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെയാണ് ഈ പത്മ കലാരൂപം അമ്മയുടെ പേരിൽ ഈ പത്മ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളിപ്പോ ഓരോരോ കലാരൂപങ്ങൾ ഉണ്ടാക്കി വരുമ്പോഴും അമ്മോടാണോ അഭിപ്രായം ചോദിക്കുക? അമ്മ അങ്ങനെ ഒരു തോട്ടുള്ള ആളല്ല. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുന്നതാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കും എപ്പോഴും. അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഏറ്റവും നല്ല ഭക്ഷണം ആളെ ഇപ്പൊ നോക്കിയാല് നമ്മൾ എവിടെ പോയാലും നീ എപ്പോഴും വരാന്നല്ല ചോദിക്കുക, നിനക്ക് ഭക്ഷണം കഴിച്ചോ, നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കണോ, ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാ പറയാ. ഏത് പതിരാത്രി ആയാലും നമ്മൾ എങ്ങോട്ട് പോയാലും ആള് എങ്ങടാ പോയെന്ന് അടക്കം ചോദിക്കില്ല. ആള് മെയിനായിട്ട് ആളുടെ സ്നേഹം മുഴുവൻ ഭക്ഷണത്തിലാണ്. ആള് ഇങ്ങനത്തെ ഒരു വർക്കിന് ബോധേറല്ല നമ്മുടെ വർക്കുകളില്. അപ്പൊ ആള് നമ്മുടെ അടുത്ത് വല്ല പൂരം വരുമ്പോ വേഷങ്ങൾ കാണും, അത്ര മാത്രം. പിന്നെ എന്റെ വൈഫൊക്കെ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും, ഇതാണ് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ മാത്രം കാണുന്നത്. അപ്പോ നമ്മളിങ്ങനെ ഒരു കലാരൂപം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ എന്താവും റിസൾട്ട് എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് അഭിപ്രായം, അല്ലെങ്കിൽ ഇത് ഫൈനൽ ഔട്ട്പുട്ട് ആദ്യം കാണിക്കുന്ന ആള്, അങ്ങനെ ആരാ ഉള്ളത്? ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുണ്ടാവില്ല. ആൾ അത്രയ്ക്കും മെമ്മറി ഉള്ള ആളായിരിക്കില്ല, എന്നാലും നമ്മുടെ ഒരു ഹെൽപ്പറായിട്ട് നിൽക്കുന്ന ആളോട് എപ്പോഴും ഞാൻ സജഷൻ ചോദിച്ചു. നിങ്ങൾ രണ്ടുപേര് ചേർന്നിട്ടാണോ ഇതൊക്കെ ഈ വർക്കൊക്കെ ചെയ്യാതെ? ഞാനാണ് മെയിൻ. ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരാൾ വെക്കുന്ന മാത്രം, വല്ല കട്ടിങ്ങും വല്ലതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കുന്ന ഒരാൾക്ക് ഐഡിയ ഉണ്ടാവില്ല. മെയിൻലി അപ്പോ ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെ ഹെൽപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഐഡിയ മുഴുവൻ നമ്മുടെ ആയിരിക്കും. ആള് ഹെൽപ്പിമെന്റ്. എന്നാലും ആളുടെ അടുത്ത് ഞാൻ സജഷൻസ് ഇപ്പോഴും ചോദിക്കും. പറയാൻ പറ്റില്ല, എന്തെങ്കിലും നല്ല സജഷൻസ് ആള് പറയാം, ചിലപ്പോ പൊട്ടയും പറയാം. നല്ലത് നമ്മൾ എടുക്കും, പൊട്ട നമ്മൾ തള്ളിക്കളയും. അതന്നെ, അങ്ങനെ ചെയ്യാറ്. അപ്പൊ ആളുടെ അടുത്ത് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ അത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. പിന്നെ വൈഫിനോടാണ് ഓരോ ഘട്ടം കഴിയുമ്പോൾ വൈഫിനോടും അഭിപ്രായം ചോദിക്കും. വൈഫ് ഇപ്പോ നല്ലതാണെന്ന് വെച്ചാൽ നല്ലത് പറയും, ചീത്തയാണെന്ന് വെച്ചാൽ ചീത്തയെന്ന് പറയും. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളാണല്ലോ നമുക്ക് അത് കൃത്യമായിട്ട് പറയാം. പൊട്ടയെന്ന് വെച്ചാൽ പൊട്ടയെന്ന് പറയാം. അപ്പൊ നമ്മളത് അത് അടുത്ത സ്റ്റെപ്പിൽ നന്നാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതിപ്പോ ഈ ആനയുടെ കേസുകൾ തന്നെ അങ്ങനെ തന്നെയാണ്. ആന ഫൈനൽ ആവുന്ന വരെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു വട്ടം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ വേറെ വർക്കിംഗ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഫൈനലായിട്ട് ഫസ്റ്റ് ഇറങ്ങണ എന്താണോ അതാണ് ഫൈനലായിട്ടുള്ളത്. അപ്പൊ അതിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പെയിന്റിങ്ങിനൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്, ജിതേഷ് എന്ന് പറയുന്നത്. ആളാണ് പെയിന്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ആളുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ആന ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏതൊക്കെ സ്ഥലം വരെയാണ് ഈ ആനയെ നമ്മള് വിടുക? നിലവിലിപ്പോ തമിഴ്നാടും കേരളം മൊത്തമാണ് പോണത്. നമ്മുടെ ഐറ്റംസ് ഇപ്പൊ നിലവിൽ പോണത്. അത് കുറച്ച് കൊല്ലമായിട്ട് പോണുണ്ട്. തമിഴ്നാട്ടിൽ അത്രയ്ക്ക് വർക്ക് ഇല്ലെങ്കിൽ കേരളം മൊത്തം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോണ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആലോചനയിലാണ്, തീരുമാനങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോർത്ത് നിന്നൊക്കെ കോൾസ് വരുന്നുണ്ട്. പുറമേ നിന്നൊക്കെ നന്നായി കോള് വരുന്നതാണ് ഒരുപാട്. മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയും ലോങ് പോയി വർക്ക് ചെയ്തിട്ട് അവർക്കും കൂടി അത് പ്രയോജനം ഉണ്ടാവില്ല. വണ്ടി വാടക തന്നെ ഒരു വലിയൊരു എമൗണ്ട്. എല്ലാം വലിയ വലിയ രൂപങ്ങളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒതുക്കി കൊണ്ടുപോകാനായിട്ട് പറ്റില്ലല്ലോ അല്ലെ? ഭയങ്കര ഫാൻസ് കൂടുതലാണ്. അതായത് ഈ ഒരു വേഷം നോർത്തിലൊന്നും ഇല്ല, ആ ഏരിയകളിലൊന്നും ഇല്ല. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് പോകുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിലൊക്കെ കണ്ട് അതിപ്പോ നമ്മുടെ വേഷങ്ങൾ തന്നെ കുറെ കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ പോലത്തെ ശൈലിയിലുള്ള ഒരുപാട് വേഷങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് കണ്ട് ആൾക്കാർക്ക് ഇതിപ്പോ കണ്ട് ഇത് കണ്ടാലും ഇതിന്റെ അപ്പുറം ഏതുള്ളത് എന്നാ ചോദിക്കുക. കാരണം അത് കണ്ട് ആൾക്കാർക്ക് അത് മതിയായി. എന്നാ പുറമെ അങ്ങനെയല്ല. അവർക്ക് ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഒരു 10 വർഷം 12 വർഷം മുമ്പ് ഉണ്ടാക്കിയ വേഷം ചെന്നാലും അത്ഭുതമാണ്, ഒരു ഹാപ്പിനെസ് ആണ്. അപ്പൊ എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം കാണുന്നവര് ഇഷ്ടപ്പെടുന്നു, അവരതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. അപ്പൊ എന്തായാലും ഈ യാത്ര തുടരട്ടെ. ഇതുപോലുള്ള സന്തോഷങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ എന്നുള്ള ആശംസകളാണ് കേട്ടോ. ജോഷിജന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലൈഫ് ശരിക്കും മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാവുന്ന ഒരു ലൈഫും കൂടിയാണ്. ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കല ഉള്ളിലുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് മറ്റ് ബിസിനസ്സിലേക്കൊക്കെ
ഒക്കെ കടക്കേണ്ടി വന്നു. പക്ഷെ വീണ്ടും നമ്മൾ ആ ഒരു കലയിലേക്ക് തിരിച്ചെത്തുകയാണ്. കലാകാരൻ അങ്ങനെയാണല്ലോ, അതിന് ഇടയ്ക്ക് നമുക്ക് കുറച്ചുണ്ടായ താഴ്ചയും പിന്നെ വന്ന ഉയർച്ചയും. അപ്പൊ ഇത് കേൾക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ കലയെ ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ ഏത് ഫീൽഡിലുള്ള ആളുകൾക്കാണെങ്കിലും ഇതുപോലെയുള്ള കഥകൾ കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആണല്ലോ. നമ്മുടെ ലൈഫ് ആകെ തകർന്നു പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ലൈഫ്, ജോഷി ചേട്ടന്റെ ലൈഫ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും എന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാര് സൂയിസൈഡ് ചെയ്യുന്ന അവസരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഒക്കെ കടം വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 വട്ടം സൂയിസൈഡ് ചെയ്യാനുള്ള പൈസയാണ്. അത്രയും കടം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ പറ്റുള്ളൂ. ഞാൻ ചിന്തിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കടം വീട്ടാൻ പറ്റിയെങ്കിൽ ഈ പൈസ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അതാണ് എന്റെ തോട്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ കടം വീട്ടാൻ പറ്റിയെങ്കിൽ ഏകദേശം ഭൂരിപക്ഷം വീടിന്ന് പറയാൻ കുറച്ചും കൂടി ഒക്കെ ഉള്ളു. പക്ഷെ അതെനിക്ക് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ ആ തോട്ടിലൂടെയാണ് നമ്മൾ വരുന്നത്. കടം ഉണ്ടെന്ന് വെച്ചിട്ട് ആരും തളരേണ്ട ആവശ്യമില്ല. ശരിക്കും എന്റെ ഒരു അഭിപ്രായത്തില് എത്ര താന്നു പോയാലും ഒരു 3 വർഷം നന്നായി എഫേർട്ട് എടുത്താൽ ആരും രക്ഷപ്പെടും. പക്ഷെ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഒരു മാസം കൊണ്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ആരും രക്ഷപ്പെടില്ല. ഒരു 3 വർഷം നമ്മൾ എന്ത് കലയാണോ ബിസിനസ് ആണോ ഏതായാലും എഫേർട്ട് എടുത്ത് അതില് ഫ്ലോപ്പ് ഉണ്ടാവും, പൊങ്ങി വീണ്ടും വരും, രക്ഷപ്പെട്ടിരിക്കും. എഫേർട്ട് എടുത്താൽ രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. എഫേർട്ട് ഇടണം. നെഗറ്റീവ് തോട്ട്സ് വരുന്നപ്പോ നമ്മള് ഇതിൽ ഇറങ്ങിത്തിരിക്കുമ്പോ നെഗറ്റീവ് ഇത് വിജയിക്കോ എന്നിട്ട് എഫേർട്ട് ഇടാണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിക്കൊരു സംരംഭം പൊളിഞ്ഞപ്പോഴാണ് അതിന്റെ പൊളിഞ്ഞതിന്റെ അവസ്ഥ മനസ്സിലാവണത്. അപ്പൊ അടുത്ത് വരുമ്പോ നമ്മളത് പൊളിയാണ്ട് മാക്സിമം അതിലെന്താണ് പൊളിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ അത് പഠിച്ചു. അതൊരാള് പറഞ്ഞു തരാണ്ട് ഒരു ബിസിനസ് സ്റ്റഡിയിലേക്ക് പോവാണ്ടും ഞാൻ പഠിച്ചു. അപ്പൊ ജീവിതാനുഭവം കൊണ്ട് വെച്ചു. ആ അനുഭവം കൊണ്ട് പഠിച്ചുകൊണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ ഓരോ പടിയും വെക്കുമ്പോഴും അത് നോക്കി വെക്കുള്ളൂ. ഈ അനുഭവങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതെ, വളരെ. പിന്നെ ഇതൊക്കെ സന്തോഷമാണ്. നമ്മൾ വന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ഇപ്പൊ നിൽക്കുന്ന രീതിയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ആ ടെൻഷനൊക്കെ മാറി ഇപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം തോന്നാണ്. ഇങ്ങനെ ഒരു സക്സസ് സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനും സന്തോഷമൊക്കെ ഉണ്ടാവില്ല, അത് തോന്നുന്നുണ്ട് ഞങ്ങൾക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു ദിവസം നമ്മുടെ കുറെ ടൈം സ്പെൻഡ് ചെയ്ത് വിശേഷങ്ങൾ പറയാനായിട്ടും ഈ ഒരു ഇൻസ്പിറേഷൻ തരാനൊക്കെ ആയിട്ട് മീഡിയ പീഡിയയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. കൂടെ ആശംസകളൂടെ പറയാണ്. ഇനിയും ഒരുപാട് കലാരൂപങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇപ്പൊ ഭൂതക്കാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതുപോലുള്ള ആകാംക്ഷ നിറയ്ക്കുന്ന, കൗതുകം നിറയ്ക്കുന്ന ഒരുപാട് കലാരൂപങ്ങൾ ഈ കൈകളിലൂടെ ഇനിയും വരട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. വളരെ സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തായ ജിബിൻ ജോസഫിന്റെ ഈ മീഡിയ പീഡിയ എന്നുള്ളൊരു സംരംഭത്തിലേക്ക് എന്നെ വിളിച്ച് ഈ ഇന്റർവ്യൂ നടത്തിയതിന് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി പറഞ്ഞോളൂ. താങ്ക് യു.